ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അരിയുണ്ടയുടെ റെസിപ്പിയാണ്. അരിയുണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ വളരെ കുറച്ച് ചേരുവകളാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഏത് തരത്തിലുള്ള അരി വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊന്നി ബോയിൽഡ് റൈസാണ്. അപ്പോൾ നമുക്ക് മട്ട അരിയും കുറുവ അരി അതുപോലെ തന്നെ ഉണക്കലരിക്കാണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഏതെങ്കിലും അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്ന് നന്നായിട്ട് ഡ്രൈ ആവണം. അപ്പോൾ കൈയ്യെടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയാൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അരി ചെറുതായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങും. എന്നിട്ട് പിന്നെ ഈ അരിയുടെ കളർ ഇങ്ങനെ ചേഞ്ചായി വരും. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ അരിയുടെ കളറൊക്കെ മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും. അതുവരെ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം വറുത്തെടുത്താൽ മതി. ഇപ്പോൾ അരി നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തു. നല്ല ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ അരി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ അരി ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ മധുരത്തിൻ്റെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി ഈ ശർക്കര അലിയിച്ചെടുക്കാനായിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ചിരകിയെടുത്തിട്ടുള്ള ഒരു നാളികേരമാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഈ അരിപ്പൊടി നാളികേരം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നാളികേരും അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ മിക്സിയിലാവുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ നമുക്കിത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിക്സിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ജാറ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം ഇത് നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ അരിപ്പൊടി നാളികേരം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഈ അരിയുണ്ടയിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നട്ട്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഈ അരിപ്പൊടിയുടെ കൂട്ടത്തിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അരിയുണ്ടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ അരിയുണ്ടയും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഈ ഒരു സൈസിൽ നമുക്കൊരു 18-19 അരിയുണ്ടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഞാൻ എടുത്തിട്ടുള്ള ശർക്കര കുറച്ച് ഡാർക്ക് കളർ ആയതുകൊണ്ടാണ് അരിയുണ്ടയ്ക്ക് ഇത്രയും കളർ വന്നത്. സാധാരണ കുറച്ചും കൂടി ലൈറ്റ് കളറിലാണ് ഉണ്ടാവാറ്. ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇതിനി ഇരിക്കുന്നിടത്തോളം കുറച്ചും കൂടി ഹാർഡാവും. നമുക്കത് ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്